എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം. മോളെ, മനുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ആദ്യം നമ്മൾ വിട്ടുകൊടുക്കണം. കൊടുത്തേ പറ്റൂ. ആ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനും ഏതിനും ഒരകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന്. പിരിയുമ്പോ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ അത് എന്നെക്കൊണ്ട് പറ്റിയില്ല. മോളെ, അത് വേറൊരു കുടുംബമാണ്. ഈ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവര് വന്ന് ചോദിച്ച അച്ഛന്റെ അമ്മയുടെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല. അങ്ങനൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ടമ്മേ. ആദ്യയെ പിരിയുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. സങ്കടം എനിക്ക് പുതുമയുള്ള കാര്യമാണോ? കാലം എന്നെ കരയാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറച്ചു നാളെ ഞാൻ കരയും. അത് കഴിയുമ്പോ അങ്ങ് നിന്നോളും. ആദ്യയോടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമേ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനുമായിട്ടൊന്നും പുറത്തു പോവാമേ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം. മോളെ, അവനങ്ങനെ പെട്ടെന്ന് സമ്മതിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമ്മുടെ ജ്യോതിക്ക് വേണ്ടിയല്ലേ? അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ? കൂടുതൽ ധൈര്യം കാണിച്ച് നീ എന്നെ വേദനിപ്പിക്കുകയാണോ? പിന്നെ എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ടത്? കുഞ്ഞിനെ തരില്ല എന്ന് പറയണോ? അതോ അവനെയും കൊണ്ട് എങ്ങോട്ടേലും ഓടിപ്പോണോ? 5-6 വർഷങ്ങൾക്ക് ശേഷം ജ്യോതി ഒന്ന് ജീവിച്ചു തുടങ്ങിയതല്ലേ അമ്മേ? അവക്കൊരു കുറവും വരുത്താൻ പാടില്ല. നമുക്ക് പോവാമേ. വെറുതെ വഴിയരികിൽ നിന്ന് സംസാരിച്ച നമ്മൾ രണ്ടാളും കരയും. ഒരു ഫലമില്ലാതെ വെറുതെ കണ്ണീര് പാഴാക്കിയിട്ട് എന്താ അമ്മേ കാര്യം? വാ അമ്മേ. കുറച്ച് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇപ്പൊ വന്നേക്കാം. കൂടെ ഉണ്ട് ഇവിടെ. അല്ല, ഇതെന്താ ഇവിടെ? നീ വന്നേ. മധുര നൊമ്പരക്കാറ്റ്